വീണ്ടും അമ്പരപ്പിച്ച് അംബാനി ഓഹരി 99% ഇടിഞ്ഞ ശേഷം മികച്ച തിരിച്ചുവരവ്, 5 ദിവസത്തിൽ 13% നേട്ടം. വർഷം കൊണ്ട് നിക്ഷേപകർക്ക് 4 ഇരട്ടി റിട്ടേൺ നൽകിയ അംബാനി ഓഹരി വിദഗ്ധരുടെ പ്രവചനങ്ങൾക്കു മേലെ പറക്കുന്നു. 99% മൂല്യമിടിഞ്ഞ ഓഹരിയുടെ തിരിച്ചുവരവ് ആഘോഷമാക്കി നിക്ഷേപകർ. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അനിൽ അംബാനി ഇന്ത്യൻ വിപണികളിലെ പ്രധാന ചർച്ചവിഷയമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. വിദേശ കോടതിയിൽ പാപ്പരത്വം പ്രഖ്യാപിച്ച് അദ്ദേഹം നിലവിൽ വമ്പൻ തിരിച്ചുവരവിനുള്ള ശ്രമത്തിലാണ്. 3 ഗ്രൂപ്പ് കമ്പനികളുടെ കടം കുറച്ചു കഴിഞ്ഞു. റിലയൻസ് ക്യാപിറ്റലിനെ ഉടനെ ഹിന്ദുജ ഗ്രൂപ്പിന്റെ IHL കൈമാറിയേക്കും. മറ്റു 2 കമ്പനികളായ റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചറുമാണ് നിലവിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഇതിൽ നിക്ഷേപകരെ സംബന്ധിച്ച് ഏറെ പ്രധാനം റിലയൻസ് ഇൻഫ്ര ആണ്. ഏകദേശം 99% വൻ ഇടിവിന് ശേഷം അനിൽ അംബാനിയുടെ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ വാർത്തകളിൽ നിറയുകയാണ്. 2008 ഓഗസ്റ്റിൽ റിലയൻസ് ഇൻഫ്ര ഓഹരികളുടെ മൂല്യം ഏകദേശം 2500 രൂപയായിരുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതേ ഈ ഓഹരികൾ ആണ് 2020 ജനുവരി ആയപ്പോഴേക്കും വെറും 25 രൂപയിലേക്ക് കൂപ്പുകുത്തിയത്. അനിൽ അംബാനിയെ വിടാതെ പിന്തുടർന്ന വിവാദങ്ങളാണ് റിലയൻസ് ഇൻഫ്രയെയും തളർത്തിയത്. ഒരു വേള അദ്ദേഹത്തിന് കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും വേണ്ട ശ്രദ്ധ ചെലുത്താൻ സാധിച്ചിരുന്നില്ല. നിലവിൽ മക്കളായ ജയ് അനുമോൻ അംബാനി, ജയ് അൻഷുൽ അംബാനി എന്നിവർക്കൊപ്പം മികച്ച തിരിച്ചുവരവാണ് ഈ അംബാനി സഹോദരൻ കാഴ്ചവെക്കുന്നത്. ഈ മുന്നേറ്റം റിലയൻസ് ഇൻഫ്ര ഓഹരികൾക്കും വളമായി. വർഷങ്ങളുടെ മാന്ദ്യത്തിനു ശേഷം റിലയൻസ് ഇൻഫ്ര ഓഹരികളിൽ വീണ്ടും നിക്ഷേപകരുടെ കണ്ണ് പതിയുന്നുവെന്ന് വില നീക്കങ്ങളിൽ നിന്നും വ്യക്തമാണ്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷനിൽ മാത്രം 13% നേട്ടം കൈവരിക്കാൻ റിലയൻസ് ഇൻഫ്ര ഓഹരികൾക്കു സാധിച്ചു. നിലവിൽ റിലയൻസ് ഇൻഫ്ര ഓഹരികളുടെ വ്യാപാരം പുരോഗമിക്കുന്നത് 207 രൂപ റേഞ്ചിലാണ്. കമ്പനിയുടെ തിരിച്ചുവരവിൽ ഓഹരി 200 ലെവൽ കടക്കുമെന്ന് പല വിദഗ്ധരും പ്രവചിച്ചിരുന്നു. 5 വർഷം കൊണ്ട് ഓഹരി നിക്ഷേപകർക്ക് 314% റിട്ടേൺ നൽകിയിട്ടുണ്ട്. 2008 ജനുവരി 4 റിലയൻസ് ഇൻഫ്രയുടെ ഓഹരി വില 2514 രൂപയായിരുന്നു. 2020 ജനുവരി 10 ആയപ്പോഴേക്കും ഇത് ഏതാണ്ട് 24.90 രൂപയായി കുറഞ്ഞു. 2020 മാർച്ചിൽ ഇത് വീണ്ടും 9.30 രൂപയിലേക്ക് ഇടിഞ്ഞു. തുടർന്ന് പടിപടിയായി നേട്ടം എത്തിപ്പിടിക്കുകയായിരുന്നു. 2019 ഓഗസ്റ്റിൽ ഒരാൾ ഈ ഓഹരിയിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നതിന്റെ മൂല്യം 4 ലക്ഷം രൂപ കവിയുമായിരുന്നു. 5 വർഷം മുമ്പ് ഓഹരി വാങ്ങിയിരുന്നെങ്കിൽ ഇന്നതിന്റെ മൂല്യം 4 ഇരട്ടിയായി വർദ്ധിക്കുമായിരുന്നെന്ന് സാരം. മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ നിലവിൽ ലഭ്യമായ വസ്തുതകൾ അടിസ്ഥാനമാക്കിയാണ്. ഇത് ഓഹരി വാങ്ങാനോ ഒഴിവാക്കാനോ ഉള്ള നിർദ്ദേശമല്ല, നിക്ഷേപകരുടെ അറിവിലേക്കായാണ്. ഓഹരി നിക്ഷേപങ്ങൾ വിപണികളിലെ ലാഭ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. അതിനാൽ നിക്ഷേപങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ വേണം.